172 സ്നേഹസംഗമം ആരംഭിക്കുകയായി. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയ കൂട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. നമ്മുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് നമ്മളുടെ ഈ സംഘടനയുടെ വിജയം. നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം, അങ്ങനെ ഇനിയും മുന്നേറാം. പ്രാർത്ഥന ഗാനത്തോടെ നമുക്ക് ഈ സ്നേഹസംഗമത്തിന് ആരംഭം കുറിക്കാം. അതിനായി കുമാരി ബീന ചാക്കോ വെങ്കിടങ്ങ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീടമിട്ടി നിന്നെ തഴുകി. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീടമിട്ടി നിന്നെ തഴുകി. ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി. നെറ്റുമുട്ടും ചൂടു നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നു പോയോ? ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. താങ്ക് യു. അതിമനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ബീന ചേച്ചിക്ക് നന്ദി. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ജെയ്സൺ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന സ്നേഹ സംഗമത്തിന്റെ 172ാമത് സ്നേഹ സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. എല്ലാ മഹത്വവും ഈശോയ്ക്ക്. പ്രിയരെ, ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ എന്നും നമ്മെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന
നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ക്രൈസ്റ്റ് അക്കാദമി ബാംഗ്ലൂരിൽ നിന്നും റവറൻ ഫാദർ തോമസ് CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സ്നേഹ സംഗമത്തിലേക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന കുഴിക്കാട്ടുശ്ശേരി മരിയ തെരേസ ഹോസ്പിറ്റൽ സേവനമനുഷ്ഠിക്കുന്ന ഗൈനക്കോളജി ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന സെന്റ് മേരീസ് LP സ്കൂൾ ഏനാമക്കൽ HM-ആയ ശ്രീമതി മേരി വർഗീസ് ടീച്ചറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിൽ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അവതാരികയായി എത്തിയിരിക്കുന്ന ഡീന MJ നാട്ടികയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നീ സ്നേഹ സംഗമത്തിൽ പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ എത്തിയിരിക്കുന്ന കുമാരി ബീന ചാക്കോയെയും നന്ദി പറയാൻ എത്തിയിരിക്കുന്ന കുമാരി ഷീബ PL-നെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദർശന ക്ലബിന്റെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജെയ്സൺ ചേട്ടൻ, വളരെ മനോഹരമായി എല്ലാവരെയും സ്വാഗതം ചെയ്തു. അടുത്തതായി റിപ്പോർട്ട് ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അതിമനോഹരമായി അവതരിപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് അറിയിപ്പായിട്ട് പറയാനുള്ളത് അച്ഛന് കിട്ടുന്ന ഒരു പുരസ്കാരമുണ്ട്. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിത ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി ഫുട്ബോൾ സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. ശ്രീഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലുള്ള ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ്. ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ. ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 438 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും
അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ഏതെങ്കിലും ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ്. എന്തെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കാനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ, സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെട്ടലും സമൂഹത്തിന്റെ മുന്നേറ്റ വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 21/9/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 171ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തിയത് ദർശന VI ഗ്രൂപ്പ്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥന കുമാരി ശ്രീന MS. സ്വാഗതം ശ്രീ ജോജു അയ്യന്തോൾ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. ഇതുവരെ മുടങ്ങാതെ സ്നേഹസംഗമം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് പോകണം. ദൈവിക മൂല്യങ്ങളെ ഉൾക്കൊള്ളണം. സ്നേഹം, സാഹോദര്യം, കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹസംഗമത്തിന്റെ ആശംസകൾ നേരുന്നു. ഉദ്ഘാടനം ചെയ്തത് റവറന്റ് ഫാദർ ജിയോ വർഗീസ് അച്ഛനായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റുള്ളവരെ, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം. പിയൂസ് ആണ് എന്നെ വിളിച്ചത്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ലൂക്ക 4:18-19 പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആത്മാവിന്റെ പേരുണ്ട്. ജീവിതം ഉദ്ധരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. കുറവുകളുടെ ഇടയിലാണ് നാം ക്രിസ്തുവിനെ കണ്ടുമുട്ടുക. നിങ്ങളിലെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നത് അഭിനന്ദനാർഹമാണ്. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ ഡോക്ടർ അജയൻ PV സാറായിരുന്നു. സ്നേഹം നിറഞ്ഞ ദർശന ക്ലബ് അംഗങ്ങളെ സോളമച്ച, ജിയോ അച്ച, മെഫി മാഡം. ഞാൻ മെഡിക്കൽ കോളേജിൽ HOD ആയി വർക്ക് ചെയ്തു. പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഒത്തുകൂടുന്ന ഈ മീറ്റിംഗ് വളരെ നല്ലതാണ്. ജോജി വിളിച്ചിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലെത്തിയത്. നിങ്ങൾ എല്ലാവരെയും നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നേരിട്ട് കാണാൻ സാധിക്കട്ടെ. ഈ അവസരം തന്നതിന് നന്ദി. ഇത്രയും ഊർജ്ജം നൽകുന്ന അച്ഛനും ദർശന സൊസൈറ്റിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ചത് ജോർജ് PK ചാലിശ്ശേരി. എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ജോർജ് ചാലിശ്ശേരി എല്ലാവർക്കും നന്ദി പറഞ്ഞു. യോഗാവസാനം നന്ദി പറഞ്ഞു ശ്രീ വിഷ്ണു യോഗം അവസാനിപ്പിച്ചു. ലീഡർ ജോസ് കൊരട്ടി. ഏറ്റവും ഭംഗിയായിട്ട് ജോസേട്ടൻ റിപ്പോർട്ടും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. നന്ദി പറയുന്നു. അടുത്തത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ സർവോപരി ദർശനയിലെ എല്ലാ മക്കളുടെയും എല്ലാമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങള് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. എവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ലഭ്യമായി. ഫ്ലൈറ്റിൽ നമുക്ക് പോകാനായിട്ട് സാധിച്ചു. ഭിന്നശേഷിക്കാരും എന്തിനാണ് ഇത് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്, ഭിന്നശേഷിക്കാരും ഉയർന്ന് പറക്കാനും ഉയർന്ന് ചിന്തിക്കാനും സാധിക്കണമെന്നാണ്. പറക്കിലൊക്കെ നമുക്ക് പറക്കാം, എല്ലാവർക്കും പറക്കാനായിട്ട് സാധിക്കും, പൈസ ഉണ്ടെങ്കിൽ പറക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഉയർന്ന് ചിന്തിക്കണമെങ്കിൽ ഓരോരുത്തരും വ്യക്തമായിട്ട് ചിന്തിക്കണം, അതിനുള്ള രൂപരേഖ ഉണ്ടാക്കുന്നത്. അപ്പൊ ഉയർന്ന് പറക്കുന്നതോടൊപ്പം ഉയർന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത്. പോയവരെല്ലാം ഉയർന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. കാലഘട്ടത്തിൽ ചിന്തയുടെ എല്ലാം നമുക്കായിട്ട് ഉയർന്ന ചിന്ത നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പലവർക്കും അവാർഡുകൾ ലഭിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്കിവിടെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ അവാർഡ് ലഭിക്കാനായിട്ട് ഇടയായി. അപ്പൊ ഒത്തിരി സന്തോഷം ലാസർ സാറിന്റെ സമൂഹത്തിനും അവരുടെ പ്രയത്ന മേഖലകൾക്കും ഒക്കെ ഒത്തിരിയുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് അവര് പഞ്ചാബ് ലിബറേഷൻ കമ്മീഷനൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ജഡ്ജുണ്ടായിരുന്നു, ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ വ്യക്തികളെ അണിനിരത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് ചേർന്നിട്ടുണ്ടായത്. അതിനും തൊറപ്പിന്റെ ഒരു ബേസിസ് ആണ് അതിനുള്ളത് എന്നുള്ളത്. അപ്പൊ അതും അവർ ഉയർന്നു ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഒരു പരിമിതമാണ് അവർ നടന്നത് എന്നുള്ളതാണ്. നമുക്കിതുപോലെ ഉയർന്നു ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് നാഷണൽ ലെവലിലേക്ക് നമ്മളിപ്പോൾ ഇത് തൃശ്ശൂരിന്റെ ഒരു ഘടകമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ തൃശ്ശൂരല്ല, കേരളമല്ല, മറിച്ച് നമ്മുടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് ശോധിക്കാനായിട്ട് ഇടവെക്കണം. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ കാഴ്ചപരിമിതർക്ക് വേണ്ടി അല്ലെങ്കിൽ വിദേശക്കാർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ട് നമ്മുടെ പാരാ ഒളിമ്പിക്കില് നമുക്ക് സാന്നിധ്യം കിട്ടിയില്ല എന്നുള്ളത്. കാരണം നമ്മുടെ അധ്വാന കുറവാണ്, പ്രയത്നത്തിന്റെ കുറവാണ് എന്നുള്ളതാണ്. നമുക്കും അതിന് സാധിക്കണം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമുക്ക് ഭിന്നശേഷിക്കാരുടെ നീന്തൽ മത്സരം നടക്കുകയുണ്ടായിരുന്നു. ഞാനൊക്കെ ചേരുന്ന സമയത്ത് 5-6 വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു 3 പേര് പോയിരുന്ന ഒരു സമയത്ത് ഇന്ന് 36 പേരാണ് പങ്കെടുത്തത്. നിങ്ങൾ വിചാരിച്ചുള്ളത് 36 പേരിലേക്ക് 36 പേരിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ ആവേശവും പ്രോത്സാഹനമൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു അവസരം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അച്ഛ. അച്ഛനും കൂടാതെ തന്നെ അച്ഛന്റെ മക്കൾക്കും ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ആയ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ഡോക്ടറെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ സൗമ്യ പ്രിൻസ് വഴിയാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് കാരണം. അതിനുശേഷം നമ്മുടെ ഈ ദർശന ക്ലബിന്റെ PRO എന്നെ വിളിച്ച് സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വലിയ സന്തോഷമുണ്ട്. കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നിങ്ങള്. അപ്പോ ബൈബിളിൽ പറയുന്ന ഇങ്ങനെയാണ്, എന്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പരിമിതികള് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെ ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ ശരീരത്തിലൂടെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹമുള്ള മനുഷ്യരാണ് നിങ്ങൾ. അനുഗ്രഹം ഇൻ ദ സെൻസ് സ്വർഗത്തിൽ വലിയ നിക്ഷേപമുള്ള മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം, ആരും ഒരു മനുഷ്യരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങളുടെ ചലഞ്ചസ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകള്, നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നത് അനേകം മനുഷ്യർക്ക് ഒരു മോട്ടിവേഷനാണ്. അവരവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, കഷ്ടപ്പാടുകളെ, ശാരീരികമായിട്ടോ മറ്റു തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് അനേകം മനുഷ്യർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യുന്നു എന്നുള്ളത് അനേകർക്കൊരു മോട്ടിവേഷനാണ്. അതായത് നിങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നാണ് ഞാൻ പറയുക. അത് മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിൽ വലിയ നിക്ഷേപമുള്ള മനുഷ്യരാണ്. കാരണം ഭൂമിയിൽ നിങ്ങൾക്ക് എന്തോരം നിക്ഷേപം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിൽ വലിയ നിക്ഷേപമുള്ള നിങ്ങൾ ഓരോരുത്തരും യു ഡിസേർവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട്. നിങ്ങൾ ഒരുപാട് ബഹുമാനം അർഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ബാങ്കില് നിക്ഷേപമുള്ള ആൾക്കാരെ നാട്ടുകാർ ബഹുമാനിക്കും, അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ബഹുമാനിക്കും, അതൊക്കെ ശരിയാ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗമാണ് നിങ്ങളെ ബഹുമാനിക്കാനായിട്ട് പോകുന്നത്.
അപ്പോ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ എന്താ പറയാ, ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ ആവശ്യങ്ങളിൽ വയ്യായും ബുദ്ധിമുട്ടുള്ള മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് പെട്ടെന്ന് കേൾക്കും. ഓക്കെ, അപ്പോ ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾക്ക് ഒരു പക്ഷെ ചിലർക്കെങ്കിലും തോന്നും ഇത്രയും ചലഞ്ചസിലൂടെ ചിലപ്പോ മടുത്തു പോണ സന്ദർഭങ്ങൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക, എല്ലാ കഴിവുകളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഉള്ള മനുഷ്യരും മടുത്തു പോകുന്നുണ്ട്. അപ്പൊ ഈ കഷ്ടപ്പാടും മടുപ്പൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ളതാ. പക്ഷെ നിങ്ങള് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്, മാതൃകാപരമായിട്ടുള്ള ഒരു എന്താ പറയാ, പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു തൻ്റെടും കരുത്തും ഉൾക്കരുത്തും ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങൾ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു അതിജീവന ശ്രമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന മാതൃക ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി എനിക്ക് ഒരു വാക്ക് നമ്മുടെ സൗമ്യ പ്രിൻസിനെ പറ്റിയിട്ട് പറയാനുണ്ട്. അവര് ആദ്യമായിട്ട് എന്നെ കാണാനായിട്ട് വരുന്നത് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സമയത്താണ്. അപ്പൊ ഈ രണ്ടു പേർക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ആർ ഫിസിക്കലി ചലഞ്ച്ഡ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ നമ്മുടെ അടുത്ത് വന്നു, ട്രീറ്റ്മെന്റ് എടുത്തു, അവർക്ക് പ്രഗ്നൻസി കിട്ടി. സിസേറിയൻ ഡെലിവറിയിലൂടെയാണ് അവരുടെ ആദ്യത്തെ 3 കുഞ്ഞുങ്ങൾ ജനിച്ചത്. 4ാമത്തെ പ്രഗ്നൻസി, അപ്പൊ 3ാമത്തെ പ്രഗ്നൻസിയിൽ ഡോക്ടർമാർ അവരെ ഭയങ്കരമായിട്ട് പ്രസവം നിർത്താനൊക്കെ നിർബന്ധിച്ചിട്ടുണ്ടാകണം. പക്ഷെ അവര് കൃത്യമായിട്ടുള്ള ബോധ്യം, ദൈവം തരുന്നതാണ് ഓരോ കുഞ്ഞുങ്ങളും എന്നുള്ള ബോധ്യത്തോടു കൂടി 4ാമത്തെ പ്രഗ്നൻസി അവര് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിച്ചു. ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്താണ് 5ാം മാസത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് അവരുടെ ജീവിതത്തില്. രണ്ടുപേരും ഫിസിക്കലി ചലഞ്ചഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ കുഞ്ഞിനും ഒരു വയ്യായി കൂടി വരുന്നു എന്നുള്ളൊരു വാർത്ത. എല്ലാവരും അവരോട് കളയാനായിട്ട് പറഞ്ഞു. അവര് നേരിട്ട് നമ്മുടെ അടുത്ത് വന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. അവര് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തീരുമാനം അവരുടെ തന്നെയായിരുന്നു മുന്നോട്ട് പോകാന്നുള്ളത്. നമ്മളവരെ എന്താ പറയാ, മാനസിക പിന്തുണ നമ്മൾ അവർക്ക് കൊടുത്തു. ഡെലിവറിയുടെ ടൈം ആയപ്പോഴ് അവർക്ക് ഇവിടെ നെസസറി ഞാൻ തന്നെയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവര് അപ്പോളോ ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ സർജറിക്കായിട്ട് അവർക്ക് മെഡിസിപ്പ് കിട്ടുന്നുള്ളത് കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയത്. ദൈവത്തിന് അത്ഭുതകരമായ ഇടപെടലോട് കൂടിയിട്ട് അവർക്ക് അവരുടെ 4ാമത്തെ കുഞ്ഞിനെ കൂടി കിട്ടിയെന്നുള്ളതാണ്. അപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുന്ന ദൈവത്തിനെ നിങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മുൻപിൽ വിറ്റ്നസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളത് സാക്ഷ്യപ്പെടുത്തണം, നിങ്ങൾ അതിനെ പറ്റി സംസാരിക്കണം. നിങ്ങളുടെ പ്രസൻസ് അനേകർക്ക് മോട്ടിവേഷൻ ആണ്. ഞങ്ങൾക്ക് നിങ്ങളോടുള്ളത് സഹതാപമൊന്നുമല്ല, വി ഹാവ് ഹ്യൂജ് റെസ്പെക്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ ബഹുമാനമാണുള്ളത്. അപ്പൊ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഡോക്ടർ ഇത്ര നേരം വന്ന് ഞങ്ങളോട് സംസാരിച്ചതിന്, നല്ല നല്ല വാക്കുകളിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. അടുത്തതായി ആശംസ പറയുന്നതിനായി സെന്റ് മേരീസ് LP സ്കൂൾ HM ശ്രീമതി മേരി വർഗീസ് മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം, ക്ലിയർ ആണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ എന്നെ ക്ഷണിച്ചത് സൗമ്യ പ്രിൻസ് ആണ്. എന്തായാലും ആദ്യം തന്നെ ഇങ്ങനൊരു മീറ്റിങ്ങില്, ഞാനൊരു ചെറിയ സ്കൂളിലെ HM ആണ്. എന്നെ നിങ്ങളെ പോലെ വൈശിഷ്ട്യം നിറഞ്ഞ ഒരുപാട് മക്കളുടെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചതിന് ഈശ്വരനും അതുപോലെ തന്നെ സൗമ്യ പ്രിൻസിനും ഇതിലെല്ലാ അംഗങ്ങൾക്കും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ, ഞാൻ കല്യാണം കഴിച്ച് വന്ന് 33 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 30 കൊല്ലത്തോളം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു മകൻ എൻ്റെ വീട്ടിലും എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മൂത്ത മകനെ പോലെ കണ്ടിരുന്ന ആളായിരുന്നു. അത് ഹസ്ബൻഡിന്റെ അനുജനായിരുന്നു. ഞാൻ ഏറ്റവും അടുത്ത ആൾക്കാരോട് പറയുമ്പോൾ എത്ര മക്കളാന്ന് ചോദിക്കുമ്പോൾ 4 മക്കളാണെന്ന് പറയാറ്. കാരണം അവനെ മൂത്ത മോനായിട്ട് അവനെയാണ് ഞാൻ പരിചയപ്പെടുത്താറ്. അങ്ങനെ 30 കൊല്ലത്തോളം അമ്മയെ അല്ലെങ്കിൽ അമ്മയെ പോലെ ഞാൻ അവനെ കൊണ്ടു നടന്നു. അപ്പോ അതായത് നമ്മുടെ കുടുംബത്തില് അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടാവുന്നത്
നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അനുഗ്രഹം ആയിരുന്ന മോനെ ഇപ്പൊ 3 കൊല്ലം മുമ്പ് 30 കൊല്ലം നോക്കാൻ പറ്റിയെങ്കിലും 3 കൊല്ലം മുമ്പ് കൊറോണ മൂലം അവന് എന്റെ കുടുംബത്തിൽ നിന്ന് പോകേണ്ട വന്നു. അപ്പൊ അവനെ കുറിച്ച് സൗമ്യ വിളിച്ചപ്പോൾ ഞാൻ അവനെ മനസ്സിൽ കണ്ടിട്ട് വേഗം തന്നെ ഓക്കെ പറയുകയായിരുന്നു. സത്യത്തില് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഗൂഗിൾ മീറ്റില് പങ്കെടുക്കാനായിട്ട് പറ്റേണ്ട ഒരാളല്ല. ഞാൻ അന്നോട്ട് തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയം കുറച്ച് തരിക, ആ നേരത്ത് ഞാൻ അതിൽ കയറാൻ നോക്കാം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ സമർപ്പണത്തിന് ഒരു ഫലമുണ്ടായ കാരണമാണ് എനിക്കിപ്പോ കയറാൻ പറ്റിയത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ എന്റെ അമ്മ അമലാശുപത്രിയില് ICUല് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. ഞാൻ അമലാശുപത്രിയിലെ റൂമിലാണ് ഉള്ളത്. അതിൽ നിന്നാണ് ഞാൻ ഗൂഗിൾ മീറ്റിൽ കയറിയത്. ഇപ്പൊ ഡോക്ടർ വന്ന് എന്നെ കണ്ട് പോയി. ഞാൻ അമ്മയെ കണ്ട് കഴിഞ്ഞ് വന്ന സമയം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടി. അപ്പൊ ആ സമർപ്പണത്തിനൊരു ഫലം ഉണ്ടായി. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. ഞങ്ങളുടെ സ്കൂളിലെ 3 കുട്ടികള് ഇപ്പൊ ഈ കൊല്ലം ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ ഇപ്പൊ ഒരു 2-3 കൊല്ലമായിട്ട് CWSN ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഈ വർഷം 3 കുട്ടികള് നമുക്ക് ആ ലിസ്റ്റിൽ പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു കുട്ടി ശരിക്കും കാലുകൊണ്ട് നടക്കാനായിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 7 വയസ്സായെങ്കിലും അവനെ മുട്ടുകൊണ്ടാണ് വീടിന്റെ അകത്തൊക്കെ നടക്കുക. അപ്പൊ അവന് ഞങ്ങളും മറ്റ് ചാർജുള്ള ടീച്ചേഴ്സും ഇതുപോലെ ആഴ്ചയിലൊരിക്കൽ ആ ചാർജുള്ള ടീച്ചർ ബുധനാഴ്ച ദിവസം പോയിട്ട് അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് വരും. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ടീച്ചറും ഞാനും കൂടി ഇടയ്ക്ക് വന്ന് പോയി സന്ദർശിച്ച് അവനെ കണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവന്റെ പഠിപ്പ്. അവന് സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന് മാത്രമേ അവൻ വന്നിട്ടുള്ളൂ. ബാക്കി 2 കുട്ടികളും സ്കൂളിൽ വരുന്നുണ്ട്. എങ്കിലും കുറച്ച് കുറവുകൾ അവർക്കുണ്ട്. പഠന വൈകല്യം പോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ 3 കുട്ടികൾ ഇക്കൊല്ലം സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പണ്ട് സന്മാർഗത്തില് എന്താ പറഞ്ഞ പഠിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെ ഓർക്കുമ്പോ നമ്മുടെ എന്താ പറയാ ടെന്നീസ് ടീമും ചിക്കാഗോ ടീമും ഫുട്ബോൾ പ്ലെയേഴ്സ് ഫൈനൽ റൗണ്ടിലേക്ക് കടന്നു വന്ന ഒരു കാര്യം പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നതാണ്. ഫൈനൽ റൗണ്ടിലെ ഡേവിസ് ആയിരുന്നു ചിക്കാഗോ ടീമിന്റെ ക്യാപ്റ്റൻ. എല്ലാ കളിക്കും അവർ ജയിക്കുന്ന കാരണം ഡേവിസിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. എന്തായാലും നമ്മൾ ഇക്കൊല്ലം നമുക്ക് തന്നെയാവും കപ്പ്. അങ്ങനെ വളരെ ഇതിലിരിക്കുമായിരുന്നു എല്ലാ പ്രതീക്ഷയിലും. പിറ്റേ ദിവസം അവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവർക്ക് ഒരു ഹോട്ടലില് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവർ തന്നെയാണല്ലോ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാരെന്നുള്ള ലെവലില്. അങ്ങനെ ഇരിക്കണ നേരത്ത് എല്ലാവരും പ്രതീക്ഷയോടെ എങ്ങനെയാണ് ഗോള് പോണേന്ന് നോക്കി നിൽക്കലേ അപ്രതീക്ഷിതമായതെന്നോണം ചിക്കാഗോ ടീം തോറ്റ് ടെന്നീസ് ടീം ജയിക്കുകയാണ്. അപ്പൊ ആ ഡേവിസ് പെട്ടെന്ന് എന്താ പറയാ ഒരു നിരാശ വന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞ് എന്ത് പണി കാണിച്ചെന്നുള്ള പോലെ ദൈവത്തിനോട് ഇങ്ങനെ ചോദിക്കാനായിട്ട് ഉള്ള ഒരു മനസ്ഥിതിയില് വളരെ വിഷമിച്ച് വിങ്ങി പൊട്ടിയിരിക്കുകയാണ് കൂട്ടുകാരും അവനും. അങ്ങനെ എന്താ പറയാ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുമ്പോ നമുക്ക് തിരിഞ്ഞു നിന്നിട്ട് ദൈവത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ തോന്നാം പല അവസരത്തിലും മനുഷ്യർക്ക്. അതുപോലെ തന്നെ ഡേവിസിന് ആ നേരത്തെ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ആ തോന്നലധികം നീണ്ടു നിൽക്കുന്നതിന് മുൻപ് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ ഇതായിരുന്നു: അവർക്ക് പാർട്ടി നടത്താൻ നിശ്ചയിച്ചിരുന്ന ആ ഹോട്ടലിന്റെ 4ാം നില 5ാം നില അവിടെ നിന്ന് അങ്ങോട്ട് തകർന്ന് തരിപ്പണായിട്ട് ഒരുപാട് പേര് അതിന്റെ ഉള്ളിൽ പെട്ട് മരിച്ചു എന്നാണ് പിന്നെ കിട്ടിയ വാർത്ത. അപ്പോഴാണ് ഡേവിസിന്റെ കണ്ണൊന്ന് നല്ലോണം തുറന്നത്. അതുവരെ അവൻ ദൈവത്തിനോട് പിണങ്ങി പോലെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ജയിച്ചൊരു ഫൈനൽ റൗണ്ടിൽ ഇപ്പൊ ഞങ്ങളെ തോൽപ്പിച്ചില്ലേ എന്നുള്ള ഒരു തോന്നലില്ലേ. അപ്പൊ ചുരുക്കം പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ തോൽവികളും എന്തെങ്കിലുമൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞത് അത് നമുക്ക് അത്രയും ആഴത്തിൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ടീച്ചറായിട്ട് ചാർജ് എടുത്ത് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സ്കൂളിൽ ചെന്നപ്പോ അവിടെ ഞാൻ ടീച്ചർ എന്നുള്ള ലെവലില് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണു, സ്കൂളിൽ പോണു, പഠിപ്പിക്കണു. പക്ഷെ എന്റെ ഒപ്പം പഠിച്ച ഒരു കുട്ടി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അവിടുത്തെ കിച്ചണില് ഞാൻ കാണുകയുണ്ടായി. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ഒരുപാട് നിമിഷങ്ങളുടെ കൂട്ടത്തില് അന്ന് നമ്മൾ എന്തുമാത്രം നന്ദി പറയേണ്ട നിമിഷങ്ങളായിരുന്നു അതെന്ന് ഇപ്പോഴും അത്രയ്ക്കും ദൈവസ്നേഹം കിട്ടിയ നിമിഷങ്ങളായിരുന്നു അത്. കാരണം ദൈവത്തിന് പ്രത്യേക ഒരു കരുണയാൽ നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാന്നുള്ള ഒഴിച്ചാലേ
നമ്മളെല്ലാവരും ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഏത് സ്ഥാനത്തെത്തിയോ, ഏത് ജോലിയിലെത്തിയോ, അല്ലെങ്കിൽ ഏത് ഉന്നത നിലയിലെത്തിയോ, അതൊന്നും നമ്മുടേതായ കഴിവുകളല്ല, എല്ലാം ഈശോയുടെ തന്ന കഴിവുകളാണെന്നുള്ള ഒരു ബോധ്യം, അത് ഉള്ളതായിട്ട് അംഗീകരിക്കാനുള്ള മനസ്സ്, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് എത്രയാണോ ദൈവം തന്നത്, ആ തന്ന കഴിവ് എന്റെ ദൈവം തന്നതാണെന്നുള്ള ഒരു തോന്നല്, അത് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകും. നമുക്കുള്ള കുറവുകളെ തിരിഞ്ഞു നോക്കാണ്ട് നമുക്ക് കിട്ടിയ നന്മകളെ ഒരുപാട് പ്രകീർത്തിക്കാൻ എപ്പോഴും അവസരം എല്ലാവരും കണ്ടെത്തണം. ആരും എല്ലാം തികഞ്ഞവരായിട്ട് ഭൂമിയിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ഒരുപാട് കഴിവുകളുള്ള മക്കളായിരിക്കാം. ഞാൻ എല്ലാവരും നേരിട്ട് എനിക്ക് അറിയില്ല. ഇതിലത്തെ ഈ ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വൈദികരെ ഞാൻ അറിയില്ല. മക്കളെ ആരും തന്നെ അത്ര പരിചയമില്ല. പക്ഷെ ഏത് മക്കളായാലും എടുത്തു കഴിഞ്ഞാലും അവരിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ഒരു കഴിവില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല. എല്ലാവരും ലോകത്തിൽ തുല്യന്മാരായിട്ട് ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അപ്പൊ അത് മറന്നിട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും എന്താ പറയാ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ആണ് സൗമ്യയും പ്രിൻസും. കാരണം അവരും അവരുടെ ജീവിതവും അവരുടെ മക്കളും ഒക്കെ ഞങ്ങളുടെ സ്കൂളിന്റെ വലിയ ഗിഫ്റ്റ്സ് ആണ്. നല്ല ഈശോയുടെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് അതുപോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ വിജയങ്ങൾ ഒന്നൊന്നായി പിന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കഴിവാണെന്ന് നമ്മൾ വിചാരിച്ചോ, അപ്പൊ പിന്നെ നമ്മൾ തളരും, നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നമ്മുടെ കഴിവല്ല, എന്ത് കഴിവ് തന്നിട്ടുള്ളതും അത് ഈശോയുടെ കഴിവുകളാണ്, ഈശോ തന്നിട്ടുള്ളതാണ്. ഉത്തമ ബോധ്യത്തില് എന്ത് കാര്യത്തിലേക്കും ഇറങ്ങുന്നതിന് മുന്നേ ഈശോയുടെ അനുവാദം ചോദിച്ച് ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അങ്ങനെ നമ്മൾ ഈശോനെ ചേർത്ത് നിർത്തുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ തന്നെ എനിക്ക് ഒരു വലിയൊരു പരീക്ഷണമാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാർച്ച് 31 റിട്ടയർമെന്റ് ആണ്. മകളുടെ റിട്ടയർമെന്റ് കാണാനായിട്ട് പറക്കണ കാക്കയോടും പൂച്ചയോടും പറഞ്ഞിരുന്ന ഒരു അമ്മയാണ് പൈസയിൽ കിടക്കണേ. എനിക്ക് പരാതിയില്ല. ഞാൻ ദൈവത്തിനോട് പറഞ്ഞത് ഇത്രയും വർഷം എനിക്ക് തന്നൂലോ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം തിരിച്ചു തരട്ടെ, അല്ലെങ്കിൽ ദൈവം മൺകലം പണിത കുശവന്റെ അധികാരമാണ് അതെപ്പ പൊട്ടിക്കണം, അത് നശിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് കൽപ്പിക്കാൻ അധികാരമില്ല, ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക നിർവാഹമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈശോയോട് ചേർന്ന് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ. എന്തായാലും നിങ്ങൾ ഇതറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും ഒരു നന്മ അറിഞ്ഞു പറയുമ്പോൾ എനിക്ക് ചൊല്ലും എന്ന് ഞാൻ വിചാരിക്കുന്നു, അത് അപേക്ഷിക്കുകയാണ്. അപ്പോ ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എല്ലാ കുഞ്ഞുമക്കൾക്കും. ഇതില് മീറ്റിങ്ങില് വന്നു ചേർന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. എന്നെ വിളിച്ചതിന് ഏറ്റവും നന്ദി പറയുന്നു. ഇന്നലെ എന്നെ വിളിച്ച് ഇതിന്റെ കൺവീനർ എന്നെ വിളിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അയച്ചു തന്നു. അപ്പൊ എനിക്ക് ഇതിൽ കയറാൻ പറ്റിയതിന് ദൈവത്തിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറിന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഇതിലുള്ള എല്ലാ മക്കളുടെയും പ്രാർത്ഥന ഇപ്പൊ തൊട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം പോലെ ആ അമ്മയുടെ ആഗ്രഹം പോലെയും എല്ലാം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കാം. പിന്നെ ടീച്ചറിന്റെ ജീവിതാനുഭവത്തിലൂടെ തന്നെ ഞങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ആ വാക്കുകള് വളരെ സന്തോഷം തന്നു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇനി നന്ദി പറയുന്നതിനായി കുമാരി ഷീബ PL കുണ്ടന്നൂരിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഷീബ. 172ാമത്തെ സ്നേഹസംഗമത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആയതിനാൽ ഈ കർത്തവ്യത്തിലേക്ക് ഏവരുടെയും അനുവാദത്തോടെ ഞാൻ പ്രവേശിക്കുകയാണ്. ആദ്യമായി സംഗമത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ എല്ലാമെല്ലാമായ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിലച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി തോമസ് അച്ഛന്റെ മനസാന്നിധ്യം വഴിയും അന്വേഷണം വഴിയും ഞങ്ങൾ ഇടപെട്ട തോമസ് അച്ഛനിലൂടെ
കുറേയേറെ സഹായങ്ങൾ നമ്മുടെ സംഗമത്തിലുള്ളവർക്ക് ചെയ്ത തോമസ് അച്ഛനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ വിളി സ്വീകരിച്ച് എത്തിയ ഗൈനക്കോളജിസ്റ്റ് കുഴിക്കാട്ടുശ്ശേരി സെന്റ് തെരേസ മരിയ തെരേസ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഡോക്ടറുടെ നല്ല വാക്കുകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ധൈര്യവും നൽകിയതിനും ഒത്തിരി നന്ദി പറയുന്നു. സൗമ്യ പ്രിൻസിലൂടെ ദൈവ കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും ആ മകളുടെ ജീവിതത്തിലും ദൈവം ചെറിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോടും ആ മകൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകിയ ഡോക്ടർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ഈ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായി അവതരണം ചെയ്ത ലീന ചേച്ചിക്കും ഏറ്റവും അടുത്തതായി നമ്മുടെ കൂട്ടായ്മയെ ആശംസ പറയുന്നതിന് സൗമ്യ പ്രിൻസിന്റെ ഇടപെടൽ വഴിയായി HM മേരി ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറ്റവും കൂടെ ടീച്ചറുടെ ജീവിത സാക്ഷ്യാനുഭവത്തിലൂടെയും നല്ല മുന്നോട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നയിക്കാൻ തക്ക കൂടുതൽ തീക്ഷ്ണതയോടെ നയിക്കാൻ തക്ക ശക്തിയും പ്രചോദനവും നൽകി ഞങ്ങളെ ഓരോ വാക്കുകളിലൂടെ ഞങ്ങളെ നയിച്ചതിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ടീച്ചറുടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് മുതൽ ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ടീച്ചർക്ക് വേണ്ടിയും ടീച്ചറുടെ അമ്മയ്ക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥന ഞങ്ങൾ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വാക്കു തരികയും ചെയ്യുന്നു. അടുത്തതായി ഏറ്റവും നല്ല ഈ മീറ്റിംഗ് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ച ലീന MJ ചേച്ചിക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥനാ ഗാനം ആലപിച്ച് ഈ കൂട്ടായ്മയെ ദൈവസാന്നിധ്യത്തിലുണർത്തിയ ശ്രീമതി ബീന ചാക്കോയ്ക്കും ഈ മീറ്റിംഗിനെ ഏറ്റവും ഭംഗിയായി എല്ലാവരെയും സ്വാഗതം ചെയ്ത് ആനയിച്ച ശ്രീ ജെയ്സൺ കൊരട്ടിക്കും ഏറ്റവും മനോഹരമായും കൃത്യമായും വ്യക്തമായും റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ എല്ലാമായ KJ ജോസേട്ടനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അവസാനമായി ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായി കടന്നു വന്ന എല്ലാമായ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയംഗമമായ നന്ദി പറയുന്നു. താങ്ക് യു ഷിബ, വളരെ മനോഹരമായി നന്ദി പറഞ്ഞു.